വെൽക്കം ടു ലേൺ സയൻസ്. റെയിൽവേ, SSC, PSC പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ സിലബസ് നോക്കിയാൽ ജനറൽ സയൻസിന്റെ ഒരു വാസ്റ്റ് സിലബസ് നമുക്ക് കാണാൻ പറ്റും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. RRB, NTPC, SSC, CGL, MTS എക്സാംസ് ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ എക്സാംസിന് എല്ലാം വേണ്ടി ജനറൽ സയൻസ് ഏറ്റവും സിമ്പിളായി നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെയിൽവേ എക്സാംസിന് ഒരുപാട് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്ക് അളക്കാൻ പറ്റുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനും എല്ലാ അളവുകളെയും നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കും. ലൈക്ക് ലെങ്ത്, ഏരിയ, വോളിയം ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അല്ലേ, നമുക്ക് അളക്കാൻ പറ്റും. അങ്ങനത്തെ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ആക്ച്വലി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഉണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നത് അടിസ്ഥാന അളവുകൾ എന്നാണ്. അടിസ്ഥാന അളവുകൾ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്നത് വിൽപ്പന്ന അളവുകൾ എന്നാണ്. വിൽപ്പന്ന അളവുകൾ. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാല്? Fundamental quantities which do not depend on any other physical quantities for their measurements. അതായത് മറ്റ് ക്വാണ്ടിറ്റീസിനെ ഒന്നും ആശ്രയിക്കാതെ, മറ്റ് ക്വാണ്ടിറ്റീസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന ക്വാണ്ടിറ്റീസ് അളവുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. അവർക്ക് മറ്റ് ആരുടെ സഹായം ആവശ്യമില്ല, അവർ ഒറ്റയ്ക്ക് തന്നെ നിൽക്കുകയാണ്, ഒറ്റയ്ക്കാണ് മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ലൈക്ക് ലെങ്ത്, മാസ്, ടൈം ഇതൊക്കെ എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. നമുക്ക് ആക്ച്വലി 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. നമുക്ക് ഏതൊക്കെയാ നോക്കാം. ഫസ്റ്റ് വൺ ലെങ്ത്, mass, time, temperature, electric current, luminous intensity, amount of substance. ഇങ്ങനെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറന്റ്, ലൂമിനസ് ഇന്റൻസിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഈ 7 അളവുകൾ അല്ലാതെ, ഈ 7 ക്വാണ്ടിറ്റീസ് അല്ലാതെ ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസിനും നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നാണ് വിളിക്കുന്നത്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ക്വാണ്ടിറ്റീസ് അളവുകളെയാണ് നമ്മൾ വിൽപ്പന്ന അളവുകൾ അഥവാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഏരിയ, വോളിയം, ഡെൻസിറ്റി, മൊമെന്റം, ഇംപൾസ് ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ ആശ്രയിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇത് എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഒഴികെ ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും എല്ലാ അളവുകളും ഡിറൈവ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഇൻഫൈനൈറ്റ് എന്ന് പറയാം. ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയോ ഉണ്ട്, നമുക്ക് അറിയില്ല, എണ്ണാൻ പറ്റില്ല. അത്രയധികം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ നമുക്ക് 7 എണ്ണം മാത്രമേ ഉള്ളൂ. ആ 7 എണ്ണം ഒഴികെയുള്ള ബാക്കി എല്ലാ അളവുകളെയും എല്ലാ ക്വാണ്ടിറ്റീസിനും നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നുള്ളത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റുകളാണ്. ഇവിടെ തന്നിരിക്കുന്നത് മുഴുവൻ SI യൂണിറ്റുകളാണ് കേട്ടോ. ഫസ്റ്റ് വൺ ലെങ്ത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളമാണ് അല്ലെ, മീറ്റർ ആണ് അതിന്റെ യൂണിറ്റ്. നമ്മൾ സ്മോൾ ലെറ്റർ M വെച്ചിട്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ മാസ്. മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്, kg വെച്ചിട്ടാണ് നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ടൈം സെക്കൻഡ് ആണ്, സ്മോൾ ലെറ്റർ S വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ വൈദ്യുതി അല്ലെ, വൈദ്യുതിയുടെ യൂണിറ്റ് ആംപിയർ ആണ്, നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ A വെച്ചിട്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്, താപനില. താപത്തിൻ്റെത് കെൽവിൻ ആണ്, ക്യാപിറ്റൽ ലെറ്റർ K വെച്ചിട്ടാണ് നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, പദാർത്ഥത്തിന്റെ അളവ്, അത് നമ്മൾ മോൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. LE ഒഴിവാക്കിയിട്ട് MOL വെച്ചിട്ടാണ് നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുക. ലുമിനസ് ഇന്റൻസിറ്റി. ലുമിനസ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ടേം ആണ്. അതിന്റെ യൂണിറ്റ് ക്യാൻസൽ ചെയ്യാണ്, നമ്മൾ CD വെച്ചിട്ടാണ് അത് റെപ്രസെന്റ് ചെയ്തത്. സോ ഈ 7 ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ദേ ആർ ഇൻഡിപെൻഡന്റ് ഓൺ അതർ ക്വാണ്ടിറ്റീസ്. അവർ മറ്റ് ക്വാണ്ടിറ്റീസിനെ ഒന്നും ആശ്രയിക്കാതെ തന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റൊന്നിനെ ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്വാണ്ടിറ്റീസ് അളവുകളെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. അടുത്തത് സ്കേലാർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. സ്കേലാർ ക്വാണ്ടിറ്റീനെ മലയാളത്തിൽ നമ്മൾ അദിശ അളവ് എന്നാണ് പറയുക. അദിശ അളവ്. എന്താണ് അദിശ അളവ് അഥവാ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? ദ ക്വാണ്ടിറ്റീസ് ഓഫ് വിച്ച് ദ ഡയറക്ഷൻ ഇസ് നോട്ട് ടു ബി ഇൻഡിക്കേറ്റഡ് ആർ സ്കേലാർ ക്വാണ്ടിറ്റീസ്. അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, എന്തിന്റെ ആവശ്യമില്ല, ഡയറക്ഷന്റെ ആവശ്യം ഇല്ലാത്തതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്.
ഡയറക്ഷൻ പ്രസ്താവിക്കേണ്ട ആവശ്യം ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ആണ് സ്കേലാർ ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡിന് മലയാളത്തിൽ നമ്മൾ പരിമാണം എന്നാണ് പറയുക. പരിമാണം മാത്രം മതി, ആരുടെ ആവശ്യമില്ല, ദിശ പ്രസ്താവിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ അങ്ങനത്തെ അളവുകളെ അദിശ അളവ് അഥവാ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഒരു 10 കിലോ ഉള്ളി വാങ്ങുകയാണെന്ന് വിചാരിക്കും നമ്മള്. അപ്പൊ നമ്മൾ ആ വാല്യൂ 10 കിലോ 5 കിലോ, ആ കിലോ എന്ന് പറയുന്ന വാല്യൂ മാത്രമേ നമ്മൾ അവിടെ പറയുന്നുള്ളൂ. ഒരിക്കലും നമുക്ക് അവിടെ ഡയറക്ഷനെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ സമയം 5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ, 5 മണിക്കൂർ 20 മിനിറ്റ്, അവിടെയൊക്കെ നമ്മൾ ആ വാല്യൂ മാത്രമേ പറയുന്നുള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയുന്നുള്ളൂ. ഒരിക്കലും നമുക്ക് ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനത്തെ അളവുകളെയാണ് നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റി എന്തായിരിക്കും? വെക്റ്റർ ക്വാണ്ടിറ്റീനെ മലയാളത്തിൽ സദിശ അളവ് എന്നാണ് പറയാ. സദിശ അളവ്. The quantities having both magnitude and direction are called vector quantity. അവിടെ എന്തൊക്കെ വേണം? മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷനും വേണം. അതായത് പരിമാണവും വേണം, ദിശയും വേണം. രണ്ടും ഒരുമിച്ച് പ്രസ്താവിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുക. അതായത് ഫോഴ്സ്, ബലം. നമ്മളൊരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഡയറക്ഷനും കൂടെ പറയണം. അതേപോലെ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, അവിടെയൊക്കെ നമുക്ക് ഡയറക്ഷന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഒരുമിച്ച് പറയുകയാണെങ്കിൽ, ഒരുമിച്ച് പ്രസ്താവിക്കേണ്ട ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ അതിനെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. എക്സാമ്പിൾസ്: വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ്. നെക്സ്റ്റ് വൺ, മാസ് ടൈം. ഇതിന് മൂന്നിന്റെയും ഡയമെൻഷണൽ ഫോർമുല എന്താ നിങ്ങൾ ഓർത്ത് വെക്കുക. അത് വെച്ച് നമുക്ക് ബാക്കി ഏത് ക്വാണ്ടിറ്റീനെയും ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. ഈ ക്വാണ്ടിറ്റീസ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡയമെൻഷണൽ ഫോർമുല എപ്പോഴും നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ വേണം എഴുതാൻ. ഇവിടെ ലെങ്ത് ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ L ആണ്, മാസ് ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ M ആണ്, ടൈം ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ T ആണ്. ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഏതൊരു ക്വാണ്ടിറ്റീന്റെ, ഏതൊരു അളവിന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോഴും നമ്മൾ അതിനെ MLT ഈ മൂന്നെണ്ണത്തിന്റെയും പവർ ആക്കി മാറ്റിയിട്ട് വേണം എഴുതാൻ. അതെങ്ങനെ നമുക്ക് നോക്കാം. ഇവിടെ ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഏരിയയുടെ ഇക്വേഷൻ? ഏരിയയുടെ ഇക്വേഷൻ ആണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ നീളം ഇൻറ്റു വീതിയാണ് അല്ലെ, നീളം ഇൻറ്റു വീതി. അപ്പൊ നീളം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താ മെഷർ ചെയ്യുന്നത്? നീളം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ലെങ്ത് ആണ് മെഷർ ചെയ്യുന്നത്. സോ L ഇൻറ്റു വീതി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ലെങ്ത് തന്നെയാണ് മെഷർ ചെയ്യുന്നത്, L. സോ വി ഗെറ്റ് L ഇൻറ്റു L എന്ന് പറഞ്ഞാൽ എന്താണ്? L സ്ക്വയർ ആണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ ഒരു ടേം മാത്രമായിട്ട് എഴുതരുത്, MLT മൂന്നിന്റെയും പവേഴ്സിൽ വേണം എഴുതാൻ. അതെങ്ങനെയാ നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ M എന്ന് പറയുന്ന ഒരു ടേമേ ഇല്ല. അപ്പൊ നമ്മൾ എമ്മിന്റെ പവർ എന്തായിട്ട് കൊടുക്കണം? 0 ആയിട്ട് കൊടുക്കണം. ദെൻ എല്ലിന്റെ പവർ നമുക്ക് 2 ആണെന്ന് അറിയാം. ടി എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് ഇതിൽ കിട്ടിയിട്ടില്ല. അപ്പൊ ടിയുടെ പവർ എന്തായിരിക്കും? ടിയുടെ പവർ 0 ആയിരിക്കും. സോ ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് കിട്ടി. എന്താണ്? M0 L സ്ക്വയർ T0. ഇതാണ് ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല. നെക്സ്റ്റ് വൺ, വോളിയം. വോളിയത്തിന്റെ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ. ഇവിടെ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ L ആണ് മെഷർ ചെയ്യുന്നത്, ലെങ്ത് ആണ് മെഷർ ചെയ്യുന്നത്. ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോഴും നമ്മൾ ലെങ്ത് ആണ് മെഷർ ചെയ്യുന്നത്. ഹൈറ്റ്, ഉയരം എന്ന് പറയുമ്പോഴും നമ്മൾ അവിടെ എന്താ മെഷർ ചെയ്യുന്നത്? ലെങ്ത് തന്നെയാണ് അല്ലെ. സോ 3 L ഉണ്ട്, ദാറ്റ് ഈസ് L ക്യൂബ് എന്ന് കിട്ടും നമുക്ക്. ഇവിടെ നേരത്തെ പോലെ തന്നെ എമ്മിന്റെ ഒരു ടേമും ഇല്ല, അപ്പൊ നമ്മൾ 0 പവർ ആയിട്ട് കൊടുക്കണം. L ക്യൂബ് ആണ്, ടിയുടെ ഒരു ടേമും ഇല്ല, സോ T raised to 0. സോ വി ഗെറ്റ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വോളിയം ആസ് M0 L ക്യൂബ് T raised to 0 എന്ന് കിട്ടും. ദെൻ സ്പീഡ്, വേഗത. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗത. വേഗതയുടെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം. എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ദൂരം ബൈ സമയം അല്ലെ. ദൂരം ബൈ സമയമാണ്. സോ ദൂരം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താ മെഷർ ചെയ്യുന്നത്? അവിടെയും നമ്മൾ ഒരു ലെങ്ത് തന്നെയാണ് മെഷർ ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ ടൈമിനെ നിങ്ങൾക്ക് അറിയാം, ക്യാപിറ്റൽ ലെറ്റർ T ആണ് അല്ലെ. സോ L. ഈ ഡിനോമിനേറ്ററിലുള്ളതിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ പവർ എപ്പോഴും മൈനസ് ആവാണ് ചെയ്യുക. ഇവിടെ 1 ആണ് പവർ, സോ അത് ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ അതിന്റെ പവർ -1 ആയി മാറും. ഇനി നമുക്ക് ഇതിനെ എമ്മിന്റെ പവറിലോട്ട് മാറ്റണ്ടേ? ഇവിടെ M എന്ന് പറയുന്ന ടേം ഇല്ലാത്തത് കൊണ്ട് M0, L 1 ആണ്, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. T raised to -1. സോ സ്പീഡിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താണ്? M0 L T raised to -1. ഇനി നെക്സ്റ്റ്, വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രവേഗമാണ് കേട്ടോ. പ്രവേഗം. എന്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ എന്താ വിളിക്കുക? സ്ഥാനാന്തരം. അപ്പൊ എന്താ ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് ആകെ ദൂരത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഒരു ഇനീഷ്യൽ പോയിന്റ്, ഒരു ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള ഏറ്റവും ചെറിയ നേർരേഖാ ദൂരം, ഏറ്റവും ചെറിയ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇവിടെ നോക്കാം. സ്ഥാനാന്തരം. സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് തന്നെയാണ് മെഷർ ചെയ്യുന്നത്? ലെങ്ത് തന്നെയാണ് മെഷർ ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുമ്പോൾ T ആണ്.
നേരത്തെ എഴുതിയതുപോലെ തന്നെ എല് ടി താഴെയാണ്, അത് മുകളിലോട്ട് ന്യൂമറേറ്ററിലോട്ട് വരുമ്പോൾ പവർ -1 ആവും. ദാറ്റ് ഇസ് ml(t⁻⁻1). എമ്മിന്റെ പവർ 0 ആണ് കേട്ടോ. ml(t⁻⁻1). നിങ്ങൾ നോക്കിക്കേ, വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുലയും നേരത്തെ നമ്മൾ ചെയ്ത സ്പീഡിന്റെ ഡയമെൻഷൻ ഫോർമുലയും സെയിം ആണ് അല്ലെ. സ്പീഡിന്റെ ഡയമെൻഷൻ ഫോർമുലയും അതേപോലെ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുലയും സെയിം ആണ്. ഇവരുടെ രണ്ടുപേരുടെ യൂണിറ്റുകളും സെയിം ആണ് കേട്ടോ. രണ്ടിനും യൂണിറ്റ് എന്താണ് വരിക? രണ്ടിനും യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. സ്പീഡിന്റെയും വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. നെക്സ്റ്റ് വൺ ആക്സലറേഷൻ. ആക്സലറേഷൻ നമ്മൾ ത്വരണം എന്നാണ് വിളിക്കുക. ത്വരണം. എന്താണ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. പ്രവേഗ വ്യത്യാസം ബൈ സമയം. പ്രവേഗ വ്യത്യാസം ബൈ സമയം. ഓക്കെ. സോ എന്താണ് പ്രവേഗ വ്യത്യാസത്തിന്റെ ഇക്വേഷൻ? m0l(t⁻⁻1). നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ, വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല നമുക്ക് കിട്ടിയതാണ് m0l(t⁻⁻1). താഴത്തെ ടൈം ആണ്, സോ ഒരു ടിയും കൂടെ എഴുതണം. സോ വി ഗെറ്റ് ml(t⁻⁻1). ഇവിടെ ടി ഡിനോമിനേറ്റർ ആണ്, അത് ന്യൂമറേറ്ററിലോട്ട് വരുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു പവർ -1 ആവും. സോ ml(t⁻²). വി നോ ദാറ്റ് -1 ഉണ്ട് -1 ഉണ്ട്. ടിക്ക് 2 പവർ വരുന്നുണ്ട് അല്ലെ. t⁻⁻1 നമുക്ക് എഴുതാം. എന്താണ് -1 എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് -2. സോ ആക്സിലറേഷന്റെ ഡയമെൻഷൻ ഫോർമുല എന്താണ്? ml(t⁻⁻2) ആണ് കേട്ടോ. എമ്മിന്റെ പവർ 0 ആണ്. m0l(t⁻⁻2). നെക്സ്റ്റ് വൺ ഫോഴ്സ് ആണ് അല്ലെ. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് m ഇൻറ്റു ആക്സിലറേഷൻ നിങ്ങൾക്ക് കിട്ടി m0l(t⁻⁻2) ആണ് അല്ലെ. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ m 1ഉം 0 ആണ്. അപ്പൊ 1 then l(t⁻⁻2). 1 നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് അപ്പൊ അത് എങ്ങനെ എഴുതാം? ml(t). നമുക്ക് പഠിക്കാനുള്ളതാണ് വർക്ക്. വർക്ക് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിൽ, മലയാളത്തിൽ നമ്മൾ എന്ത് പറയുന്നതിന്? പ്രവൃത്തി എന്ന് പറയും. എന്താണ് പ്രവൃത്തിയുടെ ഇക്വേഷൻ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ml(t⁻⁻2) ആണ് നമുക്ക് ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല കിട്ടിയത്. ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താണ്? L ആണ് അല്ലെ. സോ l ഇൻറ്റു L എന്ത് കിട്ടും നമുക്ക്? L² t⁻⁻². സോ ദിസ് ഇസ് ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് വർക്ക്. നെക്സ്റ്റ് വൺ മൊമെന്റം. മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ? മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ് മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത്. മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് m ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു l(t⁻⁻1). m0 ഉണ്ട്. m0 നമുക്ക് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊരു ഇല്ലാത്ത ടേം ആണ് അല്ലെ. സോ l(t⁻⁻1). ഇത് നമുക്ക് സോൾവ് ചെയ്ത് എന്താ കിട്ടുക? ml(t⁻⁻1) എന്ന് കിട്ടും. സോ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താണ്? ml(t⁻⁻1). നെക്സ്റ്റ് വൺ ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ആക്ടിംഗ് ഫോർ എ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം. വളരെ കുറച്ച് സമയത്ത് ഒരു വലിയ എമൗണ്ട് ഫോഴ്സ് കിട്ടുന്നതിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് വിളിക്കുക. ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പം ml(t⁻⁻2) ആണ് ഇൻറ്റു ടി. സോ ഹിയർ ml(t⁻⁻2) ഉണ്ട്. ഇവിടെ ടിന്റെ പവർ 1 ആണ്, +1 ആണ്. സോ സോൾവ് ചെയ്യുന്ന നമുക്ക് എന്താ കിട്ടുക? ml(t⁻⁻2) ഉണ്ട്. ഇവിടെ +1 ഉണ്ട് അല്ലെ. -2 + 1. എന്താണ് -2 + 1 എന്ന് പറഞ്ഞാൽ? ml(t⁻⁻1) ആണ്. പഠിച്ചിട്ടുണ്ടാവും. -2 + 1 എന്താ ചെയ്യേണ്ടത്? നമ്മൾ രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ലാർജർ നമ്പറിന് സ്മോളർ നമ്പർ മൈനസ് ചെയ്യുക, ലാർജറിന്റെ സൈൻ ഇടുക. സോ വി ഗെറ്റ് ml(t⁻⁻1). സോ ഇമ്പൾസിന്റെ ഡയമെൻഷൻ ഫോർമുല നമുക്ക് കിട്ടി ml(t⁻⁻1). ഇത് സ്ഥിരമായിട്ട് നിങ്ങളുടെ എക്സാംസിന് ചോദിക്കുന്ന ഒരു സെക്ഷൻ ആണ്. എല്ലാ ഡയമെൻഷൻ ഫോർമുലയും ഇതുപോലെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇക്വേഷൻ അറിയെങ്കിൽ ഈസി ആയിട്ട് ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉള്ള ഒരു സെക്ഷൻ ആണിത്. അപ്പൊ നന്നായിട്ട് ഈ ഭാഗം ഒന്ന് പഠിച്ചെടുക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുമ്പോൾ 2 ആംഗിൾസ് ആണ് അവിടെ ഉള്ളത്. പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. എന്താണ് പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ? പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതുപോലെ 2 ലൈൻസ് ഇങ്ങനെ കൂടി ചേരുകയാണെങ്കിൽ, സപ്പോസ് ഇത് O ആണ്, AB. OA എന്ന് പറയുന്ന ലൈനും OB എന്ന് പറയുന്ന ലൈനും ഇതുപോലെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു ആംഗിൾ മേക്ക് ചെയ്യില്ലേ? ഈ ആംഗിളിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുന്നത്? പ്ലെയിൻ ആംഗിൾ എന്ന് വിളിക്കുന്നത്. സപ്പോസ് ഞാൻ ഇതൊരു സർക്കിൾ ആയിട്ട് ഫോം ചെയ്യാന്ന് വിചാരിക്കും. O is the center of the circle. O എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതി. ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ നീളത്തിനെയാണ് കേട്ടോ നമ്മൾ ആർക്ക് ലെങ്ത് എന്ന് വിളിക്കുക. ഇതാണ് ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. സോ ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ദെൻ
പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ് റേഡിയൻ. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്, അല്ലാതെ ഡിഗ്രി ഒന്നല്ല കേട്ടോ. റേഡിയൻ ആണ് പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ്. ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രി ആണ്. രണ്ടാമത്തത് സോളിഡ് ആംഗിൾ. ഇതുപോലെ ഒരു സ്ഫിയറിൽ എംബേർഡ് ചെയ്ത പോലെ അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ചെയ്തതുപോലെ കാണുന്ന ആംഗിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോളിഡ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഇതൊരു 3 ഡയമെൻഷണൽ പിക്ചർ ആണ്, അതേപോലെ ഇതൊരു 2 ഡയമെൻഷണൽ പിക്ചർ ആണ്. ഇനി ഇവിടെ നമ്മൾ ആംഗിൾ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതാണ് ആംഗിൾ. ആംഗിൾ തീറ്റ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ആംഗിൾ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഏരിയ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് റേഡിയസ്. ഇതാ ഈ ഒരു പോർഷന്റെ ഏരിയ, നമ്മളിവിടെ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ യെല്ലോ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷന്റെ ഏരിയ, ഈ ഒരു സർക്കിളിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് റേഡിയസ്. സോ ഏരിയ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് റേഡിയസ്. ദെൻ ഇവിടുത്തെ യൂണിറ്റ് എന്താണ്? സ്റ്റെറേഡിയൻ ആണ് കേട്ടോ. റേഡിയൻ അല്ല, സ്റ്റെറേഡിയൻ ആണ് സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം. ഈ സിസ്റ്റംസ് ഒക്കെ മുൻപൊക്കെ ഉപയോഗിച്ചതാണ്. ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന SI സിസ്റ്റം എന്ന് പറയുന്നത് MKS ആണ് കേട്ടോ. നമുക്ക് നോക്കാം. ഇതിന് വേറെ ചില പേരുകളിലാണ് ഈ CGS ഉം FPS ഉം MKS ഒക്കെ അറിയപ്പെടുന്നത്. ആ പേരുകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. CGS യൂണിറ്റിന്റെ വേറെ പേരാണ് ഗോഷ്യസ് സിസ്റ്റം. ഇതൊരു ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് വെക്കണേ, കാരണം എക്സാംസിന് ചോദിച്ചൊരു സെക്ഷൻ ആണിത്. CGS സിസ്റ്റത്തിന്റെ വേറെ പേരാണ് ഗോഷ്യൻ സിസ്റ്റം. FPS-ന്റെ വേറൊരു പേരാണ് ബ്രിട്ടീഷ് സിസ്റ്റം. MKS-ന്റെ പേരാണ് മെട്രിക് സിസ്റ്റം. ചിലപ്പോൾ ചോദിക്കാറുണ്ട് CGS സിസ്റ്റം ഇസ് ഓൾസോ നോൺ ആസ് എന്താണ്? ഗോഷ്യൻ സിസ്റ്റം. അതേപോലെ FPS എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സിസ്റ്റം. MKS മെട്രിക് സിസ്റ്റം. ഇതാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് മെട്രിക് സിസ്റ്റം. ഇവിടെ തന്നെ നോക്കിക്കേ, നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് ആവശ്യമുള്ള കുറെ ക്വാണ്ടിറ്റീസും അതിന്റെ ഇക്വേഷനും ഡയമെൻഷനും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഡയമെൻഷൻ ഇല്ലാത്ത 2 ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡയമെൻഷൻ ഇല്ലാത്ത 2 ക്വാണ്ടിറ്റീസ് ആണ് ആംഗിൾസും സൈക്കിൾസും കേട്ടോ. ഇതിന് രണ്ടിനും ഡയമെൻഷൻ ഇല്ല, ഇത് രണ്ടും ഡയമെൻഷനൽ ലെസ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ ബാക്കി എല്ലാ അത്യാവശ്യം നിങ്ങൾക്ക് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ഇക്വേഷൻസും അതിന്റെ ഡയമെൻഷൻ ഫോമിൽ യൂണിറ്റും ഒക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് നമുക്ക് ഈ പോർഷൻ ഇതുവരെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. What is 1 nanometer? 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 × 10⁻⁹ മീറ്റർ ആണ് കേട്ടോ. 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 × 10⁻⁹ മീറ്റർ. Which of the following quantities have same equation? സെയിം ഇക്വേഷൻസ് ഉള്ള ക്വാണ്ടിറ്റി ഏതൊക്കെയാണ്? ഫോഴ്സ് ആൻഡ് മൊമെന്റം, വർക്ക് ആൻഡ് എനർജി, ഫോഴ്സ് ആൻഡ് വർക്ക്, ഫോഴ്സ് ആൻഡ് പ്രഷർ. ഏതിനൊക്കെ യൂണിറ്റ്സ് ആണ് സെയിം ആയിട്ടുള്ളത്? ഇക്വേഷൻസ് ആണ് സെയിം ആയിട്ടുള്ളത്. വർക്കിന്റെയും എനർജിന്റെ ആണ്. അതേപോലെ ഇക്വേഷൻ മാത്രമല്ല ഡയമെൻഷനും കേട്ടോ. ഡയമെൻഷനും ഈക്വൽ ആയിട്ടുള്ളത് വർക്കും എനർജിയാണ്. രണ്ടിനും ഡയമെൻഷൻ ml² T⁻⁻² ആണ്. The unit of length of approximate distance from Earth to Sun. എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് ഏത് യൂണിറ്റിലാണെന്നാ ചോദിച്ചത്. അതാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷം, ഒരു ഇയറിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ലൈറ്റ് ഇയർ. സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് AU-ലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. nm² kg⁻³ എന്തിന്റെ യൂണിറ്റ് ആണെന്നാ ചോദിച്ചത്. നമുക്കറിയാം വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ്. പ്രഷറിന്റെ യൂണിറ്റ് Nm/m² ആണ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് മാസിന്റെ വെലോസിറ്റി അല്ലെ, അപ്പൊ മാസിന്റെ കിലോഗ്രാം ആണ്. ഇൻറ്റു വെലോസിറ്റി മീറ്റർ/സെക്കൻഡ്, kg മീറ്റർ/സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ nm² kg⁻² ആണ് കേട്ടോ. nm² kg⁻². അതെന്തിന്റെ യൂണിറ്റ് ആണ്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ആണ്. ഓർമ്മയുണ്ടോ ഇക്വേഷൻ എന്താണ്? G = F × d² / m. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഇവിടെ മീറ്ററിന്റെ സ്ക്വയർ ആണ് നമ്മൾ എടുക്കേണ്ടത്. d² ആയതുകൊണ്ട് m²/ m എന്ന് പറഞ്ഞാൽ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ഇൻറ്റു, ഇവിടെയും മാസ് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം kg² എന്ന് വരും. ഇതിനെ നമ്മൾ nm² ഡിനോമിനേറ്ററിന്റെ മുകളിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ എന്താ എഴുതുക? kg⁻². പവർ മാറ്റിയിട്ട് കൊടുക്കുക. സോ nm² kg⁻². നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താണ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് റേഡിയൻ ആണ് കേട്ടോ. ഓം എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഓം എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. റെസിസ്റ്റൻസ്. ഹൗ മെനി ഡൈൻ ആർ 1 ന്യൂട്ടൺ ഫോഴ്സ്? ഒരു ന്യൂട്ടൺ ഫോഴ്സിൽ എത്ര ഡൈൻ ആണെന്നാ ചോദിച്ചത്. ഒരു ന്യൂട്ടൺ ഫോഴ്സിൽ 10⁵ ഡൈൻ ആണ് കേട്ടോ. ഒരു ന്യൂട്ടൺ ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര ഡൈൻ ആണ്? 10⁵ ഡൈൻ ആണ്.
കാൻഡില ഇസ് ദ യൂണിറ്റ് ഓഫ്, നേരത്തെ കാൻഡില നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പഠിച്ചപ്പം ലുമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് നമ്മൾ കാൻഡില പഠിച്ചിരുന്നു. ഇവിടെ പക്ഷേ ലുമിനസ് ഇന്റൻസിറ്റി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഫ്ലെയിം ഇന്റൻസിറ്റി, ഫ്ലെയിം ഫ്ലക്സ്, ഫ്ലെയിം പ്രഷർ, ഫ്ലെയിം എഫക്ട് എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണ് നമ്മുടെ ആൻസർ വരിക? ഫ്ലെയിം ഇന്റൻസിറ്റി ആണ് കേട്ടോ വരുന്നത്, ഫ്ലെയിം ഇന്റൻസിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് സെയിം യൂണിറ്റ് ആസ് ഇമ്പൾസ് എന്നാണ് അല്ലെ? ഫോഴ്സ്, വർക്ക്, മൊമെന്റം ആൻഡ് നൺ ഓഫ് ദിസ്. ഇവിടെ നമുക്ക് നോക്കാം, ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് ഇമ്പൾസിന്റെ ഇക്വേഷൻ. ആൻഡ് ഇമ്പൾസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇതേ യൂണിറ്റ് ഉള്ള വേറെ ഏത് ക്വാണ്ടിറ്റിയാണ് ഇവിടെ ഉള്ളത്? നമുക്കറിയാം മൊമെന്റ് ആണ് അല്ലെ? മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? മാസ് ഇൻറ്റു വെലോസിറ്റി. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വെലോസിറ്റിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ kg മീറ്റർ പെർ സെക്കൻഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റി ഈസ് ഡയമെൻഷൻലെസ്? ഡയമെൻഷൻ ഇല്ലാത്തത് ഏതാണ്? ആംഗിൾ ഡയമെൻഷൻ ഇല്ലാത്തതാണ് നിങ്ങൾക്ക് അറിയാം. എന്നാൽ ആംഗിൾ മാത്രമല്ല, റിലേറ്റീവ് ഡെൻസിറ്റി, ഡിഫോർമിറ്റി, ഇതെല്ലാം ഡയമെൻഷനൽ ലെസ് ക്വാണ്ടിറ്റീസ് ആണ്. സോ ഓൾ ഓഫ് ദിസ്. SI യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ഈസ് പാസ്കൽ സെക്കൻഡ്, പാർസെക്, ന്യൂട്ടൺ, കൂളോം. 10th ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. സോ ഇന്ന് നമ്മൾ ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് ചോദിക്കാവുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കാവുന്ന ആ ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് റെയിൽവേക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന NTPCന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ഡയമെൻഷൻ എന്നുള്ളൊരു സെക്ഷൻ നന്നായിട്ട് പഠിക്കണം. അതിൽ നിന്ന് വരുന്ന